ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മസ്റ്റർ കിച്ചൻ. ഇന്ന് തയ്യാറാക്കാനായിട്ട് പോകുന്നത് ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ നല്ല സ്വാദുള്ള മത്തിമുളകിട്ടതാണ്. അത്ര കട്ടി ചാറൊന്നും ഇല്ലാത്ത മത്തിമുളകിട്ടാണ് കേട്ടോ തയ്യാറാക്കാനായിട്ട് പോകുന്നത്. ഇതിനു വേണ്ടിയിട്ട് കുറച്ച് വലിയ നെയ്യുള്ള മത്തി ക്ലീൻ ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് വലുതായതുകൊണ്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്, അല്ലെങ്കിൽ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഒരു ചട്ടിയിലേക്ക് 1.5 തക്കാളി കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചത്, അതിൻ്റെ കൂടെ തന്നെ 3 പച്ചമുളക് മുറിച്ചത്, 10 അല്ലി ചുവന്നുള്ളി ചതച്ചത്, 2 ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. മല്ലിപ്പൊടി നമ്മളിവിടെ മുളക് കറിയിൽ ചേർക്കാറുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു ചെറിയ കഷ്ണം പുളി വെള്ളത്തിലിട്ടതാണ്. ആ പുളിവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ടോട്ടൽ 3 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മൾ മത്തി ഇട്ട് കൊടുക്കുന്നത്. മത്തിയും അതിൻ്റെ കൂടെ തന്നെ ഒരു മാങ്ങയുടെ പകുതി തൊലി കളഞ്ഞിട്ട് മുറിച്ചെടുത്തിട്ടുള്ളതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മാങ്ങ ചേർക്കുന്നതിനനുസരിച്ചിട്ട് മാങ്ങയുടെ പുളി നോക്കിയിട്ട് വേണം നമ്മൾ പുളിവെള്ളം ചേർത്ത് കൊടുക്കാൻ. നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ പുളിവെള്ളം ആദ്യം ചേർക്കുമ്പോൾ കുറച്ച് ചേർത്താൽ മതി. നമ്മളിതിൽ പുളിയും തക്കാളിയും മാങ്ങയും ചേർക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് തിളച്ച് എണ്ണ ഒന്ന് തെളിഞ്ഞ് വരുന്നത് വരെ നന്നായിട്ടൊന്ന് തിളച്ച് വേവിച്ചെടുക്കണം. മൂടി വെച്ചിട്ട് തന്നെ മത്തി ഒന്ന് വേവിച്ചെടുക്കാം. നന്നായിട്ട് കറി തിളച്ച് എണ്ണ മുകളിൽ തെളിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കറി ഇറക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്തിട്ട് നമുക്ക് ഒന്ന് മൂടി വയ്ക്കാം. കറി ഇവിടെ ഇപ്പോൾ തണുത്ത് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. See you in next video. Thank you.